ആരും പ്രതീക്ഷിക്കാത്ത ഒരാൾ വിന്നറായിട്ട് മാറും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വോട്ടിംഗ് ലിസ്റ്റുകൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഇത് ക്ലിയർ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള വോട്ടിംഗ് ആണോ ഈ വരുന്നത്? അതായത് ഇതൊക്കെ ഫേക്ക് പ്രചരണങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത്? ടോപ്പ് 2 ട്വിസ്റ്റുകളുണ്ട്. പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊന്നുമല്ല ടോപ്പ് 2 വരാൻ പോകുന്നത്. കളികൾ മാറി മറിയും. അടിയിൽ കൂടെ പണികൾ പലരും തുടങ്ങിയിട്ടുണ്ട്. ഡീഗ്രേഡിങ്, സൈബർ അറ്റാക്കിംഗ് പല ലെവലുകളിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നടക്കുന്നത്? ലൈവിലും അപ്ഡേറ്റുകളും ആരൊക്കെയാണ് അകത്ത് കയറിയത്, ആരൊക്കെ കയറാൻ പോകുന്നു പറയാം. ഞാൻ എന്താ വീഡിയോ ഇടാത്ത എല്ലാം പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്നലെ സിജോ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സിജോ എൻ്റെ ഫ്രണ്ടാണ്, വളരെ അടുത്ത ഫ്രണ്ടാണ്, എൻ്റെ ബ്രദറാണ്. സോ ഞാൻ സിജോനെ കാണാൻ പോയിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ബർത്ത്ഡേ പാർട്ടിയിൽ മുങ്ങിയതാ. ഇപ്പോഴാണ് ഞാൻ പൊങ്ങുന്നത് തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കും. നമുക്കറിയാം 6 പേര് മാത്രമേ ഇനി ബിഗ് ബോസ് വീട്ടിലൂടെ ബാക്കിയുള്ളൂ. ഋഷി, ശ്രീതു, ജിൻഡോ, ജാസ്മിൻ, അഭിഷേക്, അർജുൻ. ഇതിനകത്ത് നമ്മളൊരു 70-75 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഏതാണ്ടെന്ന് ഉറപ്പിച്ച് വെച്ചിരുന്നത് ജിൻഡോ ടോപ്പ് 1ഉം ജാസ്മിൻ ടോപ്പ് 2ഉം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഈ ഒരു അവസ്ഥയിലേ വരുള്ളൂ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ ഈ അവസ്ഥയിൽ മാറ്റം വരാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. കാരണം ഈ പറയുന്ന പോലെ സിജോ ഇറങ്ങി. സിജോ ഔട്ടായതിനു ശേഷം അർജുൻ അതിനകത്ത് നിന്ന് കരയുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് റിയാലിറ്റി ആയിരിക്കാം. ചിലപ്പോൾ അർജുന് വിഷമം ഉണ്ടായിരിക്കാം, നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അർജുന് വിഷമം ഉണ്ടോ, അത് ഗെയിമാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അർജുൻ ഈ കാണിക്കുന്ന വിഷമം എന്ത് ചെയ്യും? സിജോയ്ക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അർജുന് വോട്ട് മറിക്കും. അങ്ങനെ അർജുൻ കയറി വരാൻ ചാൻസ് ഉണ്ട്. നാളെയോ മറ്റന്നാളെയോ ഒരു മിഡ് വീക്ക് വല്ലതും നടക്കുകയാണെങ്കിൽ ഋഷിയോ ശ്രീതുവോ രണ്ടിലാരെങ്കിലും ഒരാൾ വെളിയിൽ പോകും. അത് കഷ്ടകാലത്തിന് ഋഷി ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഋഷിയുടെ വോട്ടെല്ലാം കൂടി ആർക്ക് വരും? അൻസിബയുടെ വരാനിരിക്കുന്ന വോട്ടെല്ലാം കൂടെ ആർക്ക് വരും? ഇതെല്ലാം കൂടെ വന്ന് അഭിഷേകിലോട്ട് കിട്ടും. അഭിഷേക് ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നല്ല 2 പടി മുകളിലോട്ട് കയറും. 2 പടി മുകളിലോട്ട് അഭിഷേക് കയറി വരും. അപ്പോഴും അവിടെ താന്ന് നിൽക്കുന്ന ഒരാളുണ്ട്, ഏറ്റവും മുകളറ്റത്ത് നിൽക്കുന്ന ഒരാളുണ്ട്. ആര്? ജിൻഡോയുടെ അവസ്ഥ. അതിൽ നിന്നും ജിൻഡോയുടെ ലീഡ് കുറയുന്ന ഒരു ലെവലിലോട്ട് താഴോട്ട് വരും. വോട്ടുകൾ കമ്പാരിറ്റീവ്ലി കുറയും. ഇപ്പം നല്ല ലീഡിൽ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആർമികൾ ശക്തമായിട്ടില്ല, പുറത്തിറങ്ങുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് ആ മൈൻഡ് ഇരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ കൂടെയാണ് വോട്ടിംഗ് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇത്ര വോട്ട്, ഇവരെ അട്ടിമറിച്ച് അവർ മുന്നേറും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫിനാലെ വോട്ടിംഗ് പുറത്ത് വിടത്തില്ല. ഫിനാലെ വോട്ടിംഗ് പുറത്ത് വിടാതെ എങ്ങനെയാണ് ഇരുന്ന ആളുകൾ ഇരുന്ന് പറയുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണുന്നുണ്ട് ഇത്ര കോടി, ഇത്ര ലക്ഷം വോട്ടുകൾ. ഇത് പച്ചക്കള്ളമാണ്. ഇങ്ങനൊരു സംഭവമേ ഇല്ല. ഫിനാലെ വോട്ടിംഗ് പുറത്തു വിടത്തില്ല. ഇവിടെ സ്പാം വോട്ടുകൾ, ബോട്ട് വോട്ടുകൾ എല്ലാം പോയി തുടങ്ങി. മലയാളം ബിഗ് ബോസിൽ ബോട്ട് വോട്ടുകൾ പോയി തുടങ്ങുന്നുണ്ട്. ബോട്ട് ഫേക്ക് വോട്ടുകൾ. ഒരു അക്കൗണ്ട് യൂസ് ചെയ്ത് ഒരു ദിവസം 500-1000 വോട്ടുകൾ ചെയ്യാമെന്നുള്ള തന്ത്രം ഇനി നടക്കൂല എന്ന് ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ മോള് പറഞ്ഞിരിക്കുകയാണ്. അവർ പറഞ്ഞു ഒരൊറ്റ അക്കൗണ്ടിൽ നിന്ന് ഒരൊറ്റ വോട്ട് മാത്രമേ ഇനി നിങ്ങൾ ചെയ്താൽ മതി ഒരു ദിവസം. ഇവിടെ നിങ്ങൾക്കിവിടെ 10,000-5000 വോട്ടെന്ന് ഒരു അക്കൗണ്ടിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തിപ്പോൾ കയറ്റണ്ട എന്നുള്ള ലെവലാണ്. അതുകൊണ്ട് വോട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വോട്ടുകൾ മാക്സിമം കളക്ട് ചെയ്യുക. ആർക്കായി കഴിഞ്ഞാലും നേരെ ചൊവ്വ നിങ്ങൾ വോട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ, ടോപ്പ് 2-ൽ ട്വിസ്റ്റ് വരും. ഇതിനകത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കിയോ, ഞാൻ ഈ പറയുന്ന ലെവലിലാണ് പോകുന്നതെങ്കിൽ സിജോയുടെ വോട്ടുകൾ എല്ലാവരും കൊടുക്കും എന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ ഭൂരിഭാഗവും വീഴും. ഫ്രണ്ട്സ് തമ്മിൽ ഔട്ടാകുമ്പം ഒരു ഫ്രണ്ടിന് വന്ന് വോട്ട് വീഴും, എനിമീസ് തമ്മിൽ വോട്ടാകുമ്പം ശത്രുവിന് വോട്ട് വീഴും. അതെല്ലാം നടക്കുന്ന സംഭവമാണ്. ഇവിടെ താരാൻ പോകുന്നത് ജാസ്മിനാണ്. കാരണം ജാസ്മിന് കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ പോലെ ജാസ്മിന് ആരുടെയും വോട്ട് കിട്ടത്തില്ല വന്ന്. ആരും ജാസ്മിനെ പുറത്തുള്ള ആരും നിന്നുകൊണ്ട് ഗബ്രി അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ പുറത്തുനിന്ന് ജാസ്മിനെ ജാസ്മിൻ ജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടസ്റ്റന്റ് മുമ്പോട്ട് വരാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യൂല, ജാസ്മിൻ്റെ വോട്ടുകളിൽ മാറ്റം ഉണ്ടാവത്തില്ല. അതേസമയം അർജുൻ്റെ ആ ഒരു വോട്ട് പുറത്ത് നിൽക്കുന്ന സായിയുടെയും നന്ദനയുടെയും സിജോയുടെയും കൂടെ വോട്ട് അഭിഷേകിനും അർജുനുമായിട്ട് അത് മറിയും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോഴും ശ്രീധുവിൻ്റെ കാര്യം, കേരളക്കാർ ശ്രീധുവിന് വോട്ട് കൊടുക്കില്ല, അത് കൺഫേംഡ് ആണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇനി എത്ര ലക്ഷം വരാനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ എവിക്ഷനിൽ ശ്രീധു സേവായി നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചോ? സിജോ ഔട്ടാവുന്നൊരു മനുഷ്യൻ കരുതിയില്ല. ശ്രീധു സേവായി
ശ്രീധുവിന് എത്ര വോട്ടിൻ്റെ ലീഡ് വന്നെന്നോ എങ്ങനെ വന്നോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പം അതുപോലെ പൊസിഷൻസ് പലരുടെയും കയറും, പലരുടെയും ഇറങ്ങും. ഒരു മിഡ് വീക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നോ നാളെയോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊന്നു മക്കളെ കളി ലെവൽ മാറും. ലെവൽ മാറുമെന്ന് പറഞ്ഞാൽ എൻ്റർലി ഇതാ ഇങ്ങനെ ഇരിക്കുന്ന തല കുത്തനെ ഇങ്ങനെയാവും. അതാണ് നടക്കാൻ പോകുന്ന സംഭവം. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാം. കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ഈ സമയം ഫിനാലേക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 5 ദിവസമൊക്കെ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ഇവിടെ ഇന്ന ആൾ ജയിക്കും. ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ്, എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് അവരുടെ പൊസിഷൻസ്. ഫസ്റ്റ് പൊസിഷൻ ഉറപ്പിച്ചു, സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ആരായിരിക്കും. ശോഭ സെക്കൻഡ് വരുമോ, ശോഭ തേർഡ് വരുമോ, ജുനേസ് 5th ആണോ, അത് ഷിജു ആയിരിക്കും 5th, റനീഷ 4th വരേണ്ടത്. അപ്പം ഇങ്ങനെ ഒരു ഡിസ്കഷൻ. ഫസ്റ്റ് പൊസിഷൻ്റെ കാര്യത്തിൽ ഒരു തർക്കമേ ഇല്ലായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെ അല്ല. എല്ലാ പൊസിഷൻസും, ഒരു പൊസിഷൻ പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത്തവണ നടക്കുന്നത്. വോട്ടുകൾ പല ലെവലിൽ മറിയും. പക്ഷേ അവിടെ ഉള്ള ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അർജുൻ്റെ ഗ്രാഫ്, അർജുൻ അതിനകത്ത് ഇപ്പം കാണിച്ച ആ നോറയുടെ സംഭവം കൊണ്ട് അർജുൻ്റെ ഗ്രാഫ് ഒരൊറ്റ കുത്തനെ കയറ്റിയാണ് കയറിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ കുറേ ഇൻഡിവിജ്വൽ വോട്ട്സ് അർജുൻ കളക്ട് ചെയ്യും. ഈ ഇൻഡിവിജ്വൽ വോട്ട്സിൻ്റെ കൂടെ സിജോയുടെ കൂടെ നിന്നിട്ടുള്ള കുറേ വോട്ട്സുകൾ ഓട്ടോമാറ്റിക്കലി വന്നു പോകും. ആ വോട്ടുകൾ വീഴും. ഈ സായിയുടെ നന്ദനയും കൂടെ വോട്ട് സിജോയ്ക്ക് കൊടുത്തിട്ട് പോലും സിജോയെ സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ വോട്ടുകൾ ആർക്ക് വീഴും? അതും അർജുനും അഭിഷേകിനും പോകും. വേറെ ആർക്കും അത് പോകത്തില്ല. ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അകത്ത് വീട്ടിനകത്ത് കയറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് വെളിയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓരോ ആൾക്കാർ ഇറങ്ങുന്നു, ഓരോ ആൾക്കാർ ജയിക്കണമെന്ന് പറയുന്നു. ഈ പറഞ്ഞ പോലെ ജിൻഡോയ്ക്ക് ആദ്യമേ ഒരു മാസീവ് സപ്പോർട്ടുണ്ട്. ആ മാസീവ് സപ്പോർട്ട് ഇങ്ങനെ തന്നെ പോയി വേറെ ഒരു പ്രോബ്ലം ഇല്ലാന്നുണ്ടെങ്കിൽ ജിൻഡോ വിന്നർ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ ഒരു വെച്ചിട്ടാണെങ്കിൽ, ഒരു ഊഹം വെച്ചിട്ടാണെങ്കിൽ ഈ വോട്ട് മറിയുന്നതെല്ലാം കണക്കാക്കി അർജുൻ ടോപ്പ് 2-ൽ വരും. എനിക്ക് അങ്ങനെ തോന്നുന്നു. വോട്ടുകൾ മറിയുന്നത് കൊണ്ട് ഏറ്റവും ലാഭം അർജുനാണ്. അർജുനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടാമെന്ന്. കാരണം അർജുന് ഓൾറെഡി വോട്ടുകളുണ്ട്. ആ വോട്ടിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ച കാണിച്ച നോറയുടെ പെർഫോമൻസ് ഗ്രാഫ് കുത്തനെ കയറി. ആ വോട്ടുകൾ അതിൻ്റെ കൂട്ടത്തിൽ സിജോയുടെ കൂടെ നിന്നിട്ടുള്ള കോംബോ അല്ല അത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് പറയുന്നു. അല്ലെങ്കിൽ സിജോ പുറത്തിറങ്ങിയിട്ട് അതിൻ്റെ വോട്ടുകളായിരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അർജുൻ കരഞ്ഞിട്ട് പ്രേക്ഷകർക്ക് അവനവനോട് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം. അങ്ങനെയൊക്കെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് എത്രയൊക്കെ നമ്മൾ ഗെയിമാണെന്ന് പറഞ്ഞാൽ അവസാന നിമിഷം ആരും ഗെയിമും പുല്ലെന്നും നോക്കത്തില്ല. എടുക്കും, കുത്തും. ഈ യൂട്യൂബിലല്ല നിങ്ങൾ കുത്തും, നിങ്ങൾ പോയി ഹോട്ട്സ്റ്റാറിൽ പോയി കുത്തണം. നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കുത്തിയില്ലെന്നുണ്ടെങ്കിൽ മക്കളെ പണി പാളും. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സീസൺ 6 അൺഡിസർവ്ഡ് വിന്നേഴ്സ് നമുക്ക് കിട്ടും. ഞാൻ പറയുന്നത്, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുന്നത്, പോസിറ്റീവ് കണ്ടന്റ് ആയാലും നെഗറ്റീവ് കണ്ടന്റ് ആയാലും ഷോയ്ക്ക് കണ്ടന്റ് കൊടുത്ത ആരാണോ അവരാണ് ജയിക്കാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത്. അതിപ്പോൾ ആരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. 6 പേരുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഷോയ്ക്ക് കൊടുത്തത് ആരാണോ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുത്ത 2 പേരാരാണോ അവർ 2 പേരായിരിക്കണം ടോപ്പ് 1, 2 വരേണ്ടത്. ടോപ്പ് 1 അല്ലെങ്കിൽ വിന്നറും ടോപ്പ് 2 വരേണ്ടത് ആ 2 വ്യക്തികളായിരിക്കണം. ഇല്ലെങ്കിൽ ആ ഷോയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയൊരു തകർച്ചയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പോയി അവിടെ 100 ദിവസം പോയി ഇങ്ങനെ ചുമ്മാതെ വന്നിരുന്നിട്ട് എനിക്ക് ഈ പറയുന്ന വോട്ടുകളുടെ മറിമായം കൊണ്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്യാതിരുന്ന് എനിക്ക് കപ്പോ ടോപ്പ് 2ഓ ടോപ്പ് 3ഓ ഒക്കെ കിട്ടിയ അവസ്ഥ നാറിപ്പുഴുത്ത ആ ഷോയെ സംബന്ധിച്ചിടത്തോളം തൊലഞ്ഞ് അതിൻ്റെ ക്വാളിറ്റി ഇല്ലാതാവും. അതായിരിക്കും മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് നടക്കാൻ പോകുന്നത്. ഇഫ് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇങ്ങനെ കട്ട നടക്കുവാണെങ്കിൽ നോക്കാം. സൂക്ഷിച്ച് വോട്ടേക. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അൺഒഫീഷ്യൽ പോളുകളിലും ഒന്നും വിശ്വസിക്കരുത്. പച്ചക്കള്ളമാണ് അതെല്ലാം. അടുത്ത അപ്ഡേറ്റോട് വരാം. ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നതേ ഉള്ളൂ. വന്ന് തുടങ്ങി ഉടനെ ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങുവാണ്. അതിൻ്റെ അപ്ഡേറ്റുകൾ ഞാൻ അറിയുന്ന മുറയ്ക്ക് ഇടാം. ശ്രീരേഖ കയറിയിട്ടുണ്ട്, ഇന്ന് പൂജ കയറിയിട്ടുണ്ട് രാവിലെ. ഇന്നലെ നിങ്ങൾ കണ്ടുകൊണ്ടായിരിക്കും യമുന കയറിയിട്ടുണ്ട്. രാവിലെ ജാൻമണി കയറിയത് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ഇനി അടുത്ത് കയറാൻ ആൾക്കാരുണ്ട്, അവരൊക്കെ വരട്ടെ. അതിൻ്റെ അപ്ഡേറ്റുകൾ ഇനി അങ്ങോട്ടുള്ള ലൈവ് അപ്ഡേറ്റുകളാണ് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.